ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുടംപുളി ഇട്ട് വെച്ച കുറിയ ചാറോട് കൂടിയ നെയ്മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി ക്ലീൻ ചെയ്ത നെയ്മീൻ 1 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ ശേഷം 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ചുവക്കാൻ തുടങ്ങുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 8 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത്രയും മതി, ബ്രൗൺ കളർ ആകരുത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം പോകുന്ന വരെ വഴറ്റിയാൽ മതി, ചുവപ്പൊന്നും ആകണ്ട. 4 പച്ചമുളക് 2ആയിട്ട് പിളർത്തിയത്, കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കുറവായിട്ടുള്ളത്. ചൂട് കൂടുതലാന്ന് തോന്നിയോണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓൺ ചെയ്യാം. ഇതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി കുടംപുളി ചേർക്കാം. നല്ല പുളിയുള്ള പുളിയാണ് ഇത്. നന്നായിട്ട് കഴിയ ശേഷം 15 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. പൊടിയുപ്പായാലും മതി. പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഉപ്പുമൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട ശേഷം നോക്കാം. ഒരു ടേബിൾ സ്പൂൺ പറങ്ങേണ്ടി പൊടിച്ചാണ് ചേർക്കുന്നത്, കാഷ്യൂനട്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷമാണ് ഞാൻ പൊടിച്ചത്. മീൻ ഇട്ട ശേഷം നമ്മൾ തവി കൊണ്ട് ഇളക്കരുത്, പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചുറ്റിക്കേ ആകാവൂ. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ച ശേഷം 20 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയ ശേഷം വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വയ്ക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പും പുളി എരിവും എല്ലാം പാകത്തിനുണ്ട്. പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതിൽ 1-2 കഷ്ണം എടുത്ത് മാറ്റിയാൽ മതി. ഇതിലിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ കുറവാണെങ്കിൽ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കുറച്ച് ഒഴിച്ചാൽ മതിയാവും. 2 പച്ചമുളക് 4ആയിട്ട് പിളർത്തിയതും കൂടെ ചേർക്കാം. ഇത് കൊഴുത്ത ചാറോടുകൂടിയുള്ള മീൻ കറി. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ചാൽ മതിയാവും. അതുപോലെ എരിവും പുളിയും കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില. മീൻകറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ശേഷം 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റി ഗ്രേവിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.